ഹലോ, അസ്സലാമു അലൈക്കും. ഞാനൊരു സ്ഥലം വരെ പോകും. അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. ഇവിടെ ഉണ്ട് ഓറഞ്ച് തോട്ടം. ഇത് ഓറഞ്ച് അല്ല, കാപ്പിയാണ്. പക്ഷേ കുറേ ഓറഞ്ചിൻ്റെ മരങ്ങളുണ്ട്. ഇതിന് ഉള്ളോട്ടൊന്നും ഞാനിതുവരെ പോയിട്ടില്ല. ഉള്ളോട്ടേക്കൊന്നും ഇതുവരെ ഞാൻ പോയിട്ടില്ല. തോട്ടമാണ് കാണാൻ രസം, പക്ഷെ മൃഗങ്ങളെ കൊണ്ടുള്ളൊരു പേടി മാത്രം. പകൽ വരെ അതാണ് പ്രശ്നം. പിന്നെ ഞാൻ നട്ടുച്ചയ്ക്ക് ഒരു 2 മണിയായിട്ടുണ്ടാവും. ഇവിടെ ഈ റോഡിൻ്റെ നേരെ നടന്ന് പോയാൽ കുറച്ചങ്ങോട്ട് നടക്കണം. അപ്പോൾ വലിയ 2 കോറുണ്ട്. കോറേൻ്റെ അടുത്തുണ്ടായി കടുവ. എൻ്റെ മോന് എന്നെ കാത്ത് നിൽക്കുക. നമ്മൾ വേറെ അങ്ങോട്ടല്ല പോകുന്നത്. ഒരു സ്ഥലമുണ്ട്, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നത്. വലിയ വിലയുള്ള സ്ഥലം നമുക്ക് എടുക്കാനാവില്ല. ഈ റോഡ് സൈഡിലേക്കൊക്കെ നല്ല വിലയാണ്. അപ്പം പിന്നെ കാപ്പി പൂത്താണ്ടോ കുറച്ച് ഉള്ളോട്ടേക്ക് പോയി നോക്കുകയാണ്. എത്തിച്ചെടുക്കാൻ പറ്റിയാൽ ഭാഗ്യം. 8 വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അവൻ്റെ മോന് ഇപ്പോൾ ഒരു 1.5 വയസ്സിലിപ്പോൾ ഇറങ്ങിയതാണ്. കുറേ ആൾക്കാരുണ്ട് അവിടെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോ എടുത്ത തോട്ടത്തിൻ്റെ ഉടമ അജിക്കാൻ്റെ വീട്. വീട് പറഞ്ഞാൽ ആദ്യം തോട്ടം നോക്കാൻ ഇവിടെ വരും. അപ്പോൾ ഇവിടെ താമസിക്കുന്ന വീട് ഇത്. അത് അജിക്കാൻ്റെ വീട് കണ്ണൂരാണ്. അജിക്കും ഫാമിലിയൊക്കെ വന്നാൽ ഇതൊക്കെ ഒരു തോട്ടം. ഇങ്ങനെ ഒരു തോട്ടം അങ്ങനെ ഈ റോഡ് കൂടെ പോകണം. ഇതൊക്കെ ഒരു തോട്ടം. ഈ സൈഡും ഒരു തോട്ടം. വെച്ച നിന്ന് തലയോറും. തോട്ടം ഇങ്ങനെ ഉള്ളത് കൊണ്ട് കാപ്പി പൂത്തുണ്ടോ ഉപകാരമാണ്, എന്നാൽ ഉപദ്രവമാണ്. കാരണം ചിലപ്പോൾ അവങ്ങൾക്ക് പണിയുണ്ടാവും. ഇപ്പോൾ കാപ്പീൻ്റെ പണി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ കുരുമുളക് പണികളുണ്ടാവും. സൈസ് മരം നോക്ക്, റെഡ് കളറ്. പക്ഷെ എന്താണ് മൃഗങ്ങളെ കൊണ്ടുള്ള ശല്യങ്ങൾ കൂടുതൽ.